അത്രയും പൈസ ഒരുമിച്ച് കണ്ട അയാൾ അത് മോഷ്ടിച്ചതാണെന്ന് ആരോപിച്ച് പിടിച്ചെടുക്കാൻ ഒരുങ്ങി. എന്നാൽ അത് തൻ്റെയാണെന്ന് നമ്മി പറഞ്ഞപ്പോൾ 100 മില്യൺ ബെറിയോ എന്ന് അയാൾ കൃത്യമായി തിരിച്ചു ചോദിച്ചു. എന്നാൽ അത് 100 മില്യൺ ബെറിയാണെന്ന് കൃത്യമായി അവൻ എങ്ങനെ മനസ്സിലായി? ആർലോങ് ആണ് അവന് ഇതിനെ കച്ചകെട്ടി പറഞ്ഞു വിട്ടിരിക്കുന്നതെന്ന് നമ്മി തിരിച്ചറിഞ്ഞു. അവർ ആ പൈസ മുഴുവൻ എടുക്കുമ്പോൾ അവൾ സഹിക്കാനാകാതെ അലറി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ അവരുടെ പുറകെ ഓടി, പക്ഷെ യാതൊരു ഫലവുമില്ല. നിസ്സഹായതയോടെ അവൾ മുട്ടുകുത്തി കരഞ്ഞുപോയി. ആർലോങ് ആർലോങ് എന്ന് ഉറക്കെ കരഞ്ഞുകൊണ്ട് അവൾ ഒരു കത്തിയെടുത്ത് തൻ്റെ കയ്യിലുള്ള ടാറ്റു കുത്തിക്കീറി. എല്ലാവർക്കും 7ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ലുഫിയും കൂട്ടരും ബഗി ഉപയോഗിച്ച് ആർലോങ്ങിൻ്റെയും നമിയുടെയും പുറകെ പോവുകയാണ്. നമി എന്തിനാണ് തങ്ങളെ ചതിച്ച് ആ ഗ്രാൻഡ് ലൈൻ മാപ്പും കൊണ്ട് കടന്നു കളഞ്ഞതെന്ന് ലുഫിക്ക് അറിയണമായിരുന്നു. എന്തെങ്കിലും കാരണമില്ലാതെ നമി ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നായിരുന്നു ലുഫിയുടെയും സാഞ്ചിയുടെയും പക്ഷം. എന്നാൽ സോറോയ്ക്ക് അവളിൽ അത്ര വിശ്വാസം പോരാ. അവളുടെ കയ്യിൽ ആർലോങ്ങിൻ്റെ ഗ്യാങ്ങിൻ്റെ ടാറ്റു കണ്ടില്ലേ എന്നൊക്കെ അവൻ അവരോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവർ കനോമി ഐലൻഡിൽ എത്തിയെന്ന് ഉസോപ്പ് അവരോട് വിളിച്ചു പറഞ്ഞു. ഈ സമയം ഇവിടെ നമി ആർലോങ്ങിൻ്റെ ടീമിലെ മറ്റാൾക്കാരുമായി ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കളിക്കുന്നതിനിടയിൽ അവൾ അവളുടെ കഴിഞ്ഞുപോയ നല്ല കാലത്തെപ്പറ്റി ഓർക്കുന്നത് കാണിക്കുന്നുണ്ട്. എന്നാൽ കളിയിൽ അവൾ തൻ്റെ ഉടായ്പ കൊണ്ട് അവന്മാരുടെ എല്ലാത്തിൻ്റെ പൈസ പോക്കറ്റിലാക്കി. പൈസയുടെ കൂടെ കളിയിലെ പ്രധാന ചീട്ടുകളും കയ്യിൽ വെച്ചാണ് പുള്ളിക്കാരുടെ നടപ്പ്. അതിനിടയിൽ അവളെ ആർലോങ് ആളയച്ച് വിളിപ്പിച്ചു. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിൽ ഷൂട്ടിംഗ് പ്രാക്ടീസിന് വേണ്ടി തൂക്കിയിട്ടിരിക്കുന്ന കോലങ്ങൾക്ക് നടുക്ക് ബഗിയുടെ തലയില്ലാത്ത ബോഡി കിടന്ന് മസിൽ പിടിക്കുന്നത് കണ്ട് നമിക്ക് ചിരി വന്നു. ആർലോങ് അവളെ വിളിപ്പിച്ചിരിക്കുന്നത് ഒരു വലിയ മുറിയിലേക്കാണ്. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് പെട്ടെന്ന് തന്നെ ചെറുപ്പകാലം ഓർമ്മ വന്നു. ചെറുപ്പം മുതലേ മാപ്പ് റീഡിംഗ് അവൾക്ക് വലിയ ഹരമായിരുന്നു. അവൾ മാപ്പുകളുള്ള ഒരു പുസ്തകം നോക്കിയിരിക്കുന്നത് കണ്ട് അവളുടെ അമ്മ അവളോട് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് തിരക്കി. എന്നാൽ പുള്ളിക്കാരി ആ ബുക്ക് ഒരു കടയിൽ നിന്ന് അടിച്ചു മാറ്റിയതായിരുന്നു. അതിനെ ചോദ്യം ചെയ്ത അവളുടെ അമ്മയോട് അവൾ തർക്കിക്കാൻ തുടങ്ങി. അവൾക്ക് കാശൊന്നുമില്ലാതെ ഒതുങ്ങിക്കൂടി ഇങ്ങനെ ജീവിക്കുന്നതിനോട് യാതൊരു യോജിപ്പുമുണ്ടായില്ല. സംസാരത്തിനിടയിൽ അവർ ഫാമിലി അല്ലെന്നും ആ സ്ത്രീ അവളുടെ അമ്മയല്ലെന്നും പറഞ്ഞ അവളെ അവർ അടിച്ചു. അവൾ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയോടി ഒരു മരത്തിൻ്റെ അടിയിൽ പോയിരുന്നു. അവളുടെ പുറകെ അവളുടെ അമ്മയും വന്നു. ആ സ്ത്രീ ശരിക്കും അവളുടെ അമ്മയല്ല, ഒരു മറീൻ ഓഫീസറായിരുന്നു. കടൽ കൊള്ളക്കാർ ആക്രമിച്ച് നശിപ്പിച്ച ഒയ്ക്കോട് എന്ന സ്ഥലത്തു നിന്നാണ് അവളെയും അവളുടെ കൂടെയുള്ള നൊജിക്കോയെയും അവർക്ക് കിട്ടുന്നത്. അങ്ങനെ അവർ രണ്ടുപേരെയും രക്ഷിച്ച് വളർത്തിക്കൊണ്ട് വരികയായിരുന്നു. ഈ കഥ നമിയോട് പറഞ്ഞിട്ട് അവളുടെ അമ്മ അവിടെ നിന്നും പോയി. നമി ഇത് ഓർത്ത് നിൽക്കുമ്പോഴേക്കും ആർലോങ് അവിടെ എത്തി. ആർലോങ്ങിന് നമിയുടെ മേൽ ചില സംശയങ്ങളൊക്കെയുണ്ട്. അവൾ കുറേ നാളായിട്ട് തിരിച്ചു വരാഞ്ഞതാണ് സംശയത്തിന് കാരണം. അവർ തമ്മിൽ എന്തോ ഒരു ഡീലുണ്ട്, പക്ഷെ അതെന്താണെന്ന് ഇപ്പോൾ ഇവിടെ വ്യക്തമാക്കിയില്ല. നമി അവളുടെ കയ്യിലുണ്ടെന്ന മാപ്പ് എടുത്ത് ആർലോങ്ങിന് കൊടുത്തു. പക്ഷെ അതിനുശേഷം അവൾക്ക് ഒരു പണി കൂടിയുണ്ടെന്നും പറഞ്ഞ് അവളോട് അവൻ്റെ മാസപ്പടി മുടക്കിയ കോക്കോ വില്ലേജിലേക്ക് പോയി പൈസ പിരിക്കാൻ അവൻ പറഞ്ഞു. അവളുടെ വില്ലേജാണ് ഈ കോക്കോ വില്ലേജ്. നമി ആർലോങ്ങിൻ്റെ ഗ്യാങ്ങിൻ്റെ കൂടെ കൂടിയതിനാൽ അവിടുത്തുകാർക്ക് നമിയുടെ ശത്രുതയുണ്ട്. ഇതേ സമയം നമ്മുടെ മറീൻസ് ഇവിടെ ബറാത്തിയ റെസ്റ്റോറൻറ്റിലേക്ക് ലുഫി അന്വേഷിച്ച് എത്തിയിട്ടുണ്ട്. വൈസ് അഡ്മിറൽ സെഫിനെ കണ്ടതും അയാൾക്ക് ആളെ മനസ്സിലായി. എന്നാൽ ലുഫിയെ പറ്റി ചോദിച്ച അഡ്മിറലിനോട് നമ്മുടെ സെഫ് കൈമലർത്തി. എന്നാൽ അവിടുന്ന് നല്ല അടിപൊളി ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നും പറഞ്ഞ് അവൻ പതിയെ വിഷയം മാറ്റി. ഇവിടെ മറുവശത്ത് ലുഫിയും ടീമും കോക്കോ വില്ലേജിൽ എത്തിയിട്ടുണ്ട്. ആ വില്ലേജിൻ്റെ അവസ്ഥ കണ്ട് അവർ അമ്പരന്നു. ഊസോപ്പിനെ എങ്ങനെയെങ്കിലും തിരിച്ച് ഷിപ്പിലേക്ക് പോയാൽ മതിയെന്നായി. അപ്പോഴേക്കും അവിടെ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഒച്ച കേട്ട് അവർ അവിടേക്ക് പോയി. അവിടെ ഒരു പോലീസുകാരൻ പൈസ പിരിക്കുകയായിരുന്നു. അവിടുത്തുകാർ കയ്യിലുള്ള നക്കാപ്പിച്ചെല്ലാം തപ്പിപ്പിറക്കി അയാളുടെ കയ്യിലുള്ള ബോക്സിലേക്ക് ഇടുകയാണ്. മാസപ്പടി തികയാതെ കുറച്ചുകൂടി സമയം ചോദിച്ച രണ്ടുപേർക്ക് ഇല്ല എന്ന് മറുപടി കൊടുത്ത് മുന്നോട്ട് വരുന്നത് നമിയാണ്. അവളെ കണ്ടതും നൊജിക്കോ ഫ്രണ്ടിലോട്ട് വന്ന് അവളുടെ മുമ്പിൽ കാർക്കിച്ച് തുപ്പിയിട്ട് അവിടെ നിന്നും പോയി. അവൾ ആ പോലീസുകാരനോട് അവൾക്കുള്ളത് തന്നേക്കാൻ ചോദിക്കുമ്പോഴേക്കും അവരുടെ പഴയ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അയാൾ ആ ഗ്രാമത്തിലെ തന്നെ പോലീസുകാരനാണ്. പുള്ളിയുടെ പേര് ഗെൻസോ എന്നായിരുന്നു. ഇവിടെ നമി അവൾ അടിച്ചു മാറ്റിയ ആ ബുക്ക് അയാളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ അമ്മയുടെ കൂടെ വന്നിരിക്കുകയാണ്. ഈ സമയം ആർലോങ് അവരുടെ വില്ലേജ് ആക്രമിച്ചു. അയാളുടെ മുഖത്തുള്ള മുറിപ്പാട് അന്ന് അവർ സമ്മാനിച്ചതാണ്. ആ ഫ്ലാഷ് ബാക്ക് അവസാനിക്കുമ്പോൾ അയാൾ ആ പെട്ടി നമിക്ക് കൊടുത്തു. എന്നാൽ അതിൽ പൈസ കുറവായിരുന്നു. അയാളോട് ഇനിയും പൈസ വേണമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അവൾ പെട്ടെന്ന് ലുഫിയും കൂട്ടരും അവിടെ നിൽക്കുന്നത് കണ്ടത്. എന്നാൽ ലുഫിയോട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് വിട്ടോളാൻ അവൾ പറഞ്ഞു. അവൾ ഒരിക്കലും അവളുടെ ടീമിൽ ഉണ്ടായില്ലെന്നും മാപ്പ് കിട്ടാൻ വേണ്ടി കളിച്ചാണെന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ എന്നിട്ട് ലുഫിക്ക് അതിൽ വിശ്വാസമില്ലായിരുന്നു. അവൻ വേഗം തന്നെ ആ പോലീസുകാരൻ്റെ അടുത്ത് പോയി നമിയെക്കുറിച്ച് അയാളോട് തിരക്കി. അയാൾ അവന് അവളുടെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തു.
അവർ അവിടെ ചെന്നതും നൊജിക്കോ ഒരു തോക്കുമെടുത്ത് അവരുടെ നേരെ ചൂണ്ടി അവരോട് അവിടുന്ന് പോകാൻ പറഞ്ഞു. എന്നാൽ ലുഫിക്ക് നമിയെക്കുറിച്ച് അവളോട് സംസാരിക്കണമായിരുന്നു. നമിയോട് അവൾക്ക് തീർത്താൽ തീരാത്ത ദേഷ്യമുണ്ട്. ലുഫി അവളുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞപ്പോൾ നമിക്ക് ഫ്രണ്ട്സായി ആരുമില്ലെന്ന് തിരിച്ചവൾ പറയുന്നു. എന്നാൽ നമ്മുടെ സാൻജി ഇതിനിടയിൽ ഇടപെട്ട് അവൾക്ക് നല്ല ടേസ്റ്റുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കാമെന്നും പറഞ്ഞ് ഒരു കണക്കിന് സമ്മതിപ്പിച്ച് അകത്തേക്ക് കയറി. ഇതേ സമയം ആർലോങ്ങും ടീമും ഇവിടെ പാർട്ടിയൊക്കെ നടത്തി അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് നമി വന്ന് ആർലോങ്ങിനോട് കോക്ക വില്ലേജിനെ പറ്റി സംസാരിക്കണമെന്ന് പറഞ്ഞു. അവർ സംസാരിക്കുന്നതിനിടയിൽ ഒരു വെടിവെച്ച് കേട്ട് നോക്കിയപ്പോൾ മറീൻസ്. ഇയാളാണ് ക്യാപ്റ്റൻ നസൂമി. ആർലോങ് ഓരോ വില്ലേജുകൾ ആക്രമിച്ചു എന്നും പറഞ്ഞ് പൈസ വിഴുങ്ങാനാണ് കക്ഷി വന്നിരിക്കുന്നത്. അയാൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ആർലോങ് നമിയുടെ കയ്യിലുള്ള പെട്ടിയിൽ നിന്നും ഒരു കെട്ട് നോട്ടെടുത്ത് അയാൾക്ക് നേരെ നീട്ടി. എന്നാൽ പുള്ളിക്ക് അതിൻ്റെ ഇരട്ടി വേണം. ബാക്കി നമുക്ക് മുകളിൽ പോയി ഡിസ്കസ് ചെയ്യാമെന്നും പറഞ്ഞ് ആർലോങ് അവരെ വിളിച്ചുകൊണ്ട് മുകളിലേക്ക് പോയി. മറുവശത്ത് സാഞ്ചി നല്ല അടിപൊളി ഫുഡുണ്ടാക്കി ഇവൾക്ക് കൊടുത്തു. അവളാണെങ്കിൽ സൂപ്പർ ഹാപ്പി. അങ്ങനെ അവൾ പതിയെ നമിയുടെ കഥ അവരോട് പറഞ്ഞു തുടങ്ങുകയാണ്. നേരത്തെ കണ്ട ഫ്ലാഷ് ബാക്കിൻ്റെ ബാക്കിയായി ഇവിടെ ആർലോങ്ങും ഗ്യാങ്ങും അവരുടെ വില്ലേജ് ആക്രമിക്കുകയാണ്. അവളുടെ അമ്മ വേഗം ഓടി വന്ന് ആ 2 കുട്ടികളെയും അവരുടെ വീട്ടിലുള്ള രഹസ്യ അറയിൽ ഒളിപ്പിച്ചു. ശേഷം ഒരു തോക്കെടുത്ത് അവർ വരുന്നതും കാത്ത് ഉന്നം വെച്ച് നിൽപ്പായി. ആർലോങ് വന്നതും അവൻ ആ തോക്ക് കൈക്കലാക്കി. ആ സ്ത്രീ അവൻ്റെ മുന്നിൽ ഒന്നുമല്ലായിരുന്നു. അവർ അവരോട് ആളൊന്നിന് മാസപ്പടിയായുള്ള 1,00,000 പേര് ചോദിച്ചു. അവൾ അവളുടെ കയ്യിലുണ്ടായ മുഴുവൻ പൈസയും അവർക്ക് കൊടുത്തു. ഓക്കെ പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴാണ് അയാൾ ടേബിളിൽ 3 പ്ലേറ്റ്സ് ഇരിക്കുന്നത് കണ്ടത്. അവരുടെ ലിസ്റ്റ് പ്രകാരം ആ വീട്ടിൽ ആകെ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ അവൾ തനിക്ക് 2 പെൺമക്കൾ കൂടിയുണ്ടെന്ന് അവരോട് സമ്മതിച്ചു. കുട്ടി ഒന്നിന് 50,000 വെച്ച് പിന്നെയും 1,00,000 ബെറി കൊടുക്കാൻ അവർ ആവശ്യപ്പെട്ടു. എന്നാൽ താൻ കൊടുത്ത 1,00,000 ബെറി കുട്ടികളുടെയാണെന്നും അവൾക്ക് വേണ്ടിയുള്ള പൈസ തൻ്റെ കയ്യിലിരുന്നും അവൾ പറഞ്ഞു. അവൾ നല്ല ധൈര്യമുള്ള സ്ത്രീയായിരുന്നു. ആ കുട്ടികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ച് നല്ല സന്തോഷത്തോടെ ജീവിക്കണമെന്ന് പറഞ്ഞു നിൽക്കുന്ന അവളെ ആ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ആർലോങ് വെടിവെച്ച് കൊന്നു. ഈ കഥ കേട്ടതും ലുഫിയുടെ സംശയങ്ങൾ കൂടി. അവൻ എഴുന്നേറ്റ് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൾ എന്തിനായിരിക്കും അവളുടെ അമ്മയെ കൊന്ന ഈ ദുഷ്ടന്മാരുടെ കൂടെ കൂടിയത്? ഇതേ സമയം ഇവിടെ ആർലോങ്ങിൻ്റെ ക്യാമ്പിൽ മറീനുകളെ നിർത്തി പൊരിക്കുകയാണ് അയാൾ. അവൻ്റെ ഭാവം മാറുന്ന കണ്ട നസൂമി അവൻ വാങ്ങിയ പൈസയിൽ നിന്നും കുറേ തിരിച്ചു വെച്ചിട്ട് ജീവനും കൊണ്ട് അവിടുന്ന് പോയി. അവർ പോയതും നമ്മി ആർലോങ്ങിനോട് അവർ തമ്മിലുള്ള ഒരു ഡീലിനെ കുറിച്ച് ചോദിച്ചു. അവർ തമ്മിൽ 100 ബില്യൺ ബെറിക്ക് എന്തോ ഒരു ഡീലുണ്ട്. നമ്മി പൈസ അവളുടെ കയ്യിൽ റെഡിയാണെന്ന് പറഞ്ഞപ്പോൾ പിറ്റേന്ന് രാവിലെ അതുമായി വരാൻ അവൻ അവളോട് പറഞ്ഞു. പക്ഷേ അവൾ പോയി കഴിഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് നസൂമിയെ തിരിച്ചു വിളിക്കാൻ അവൻ്റെ ആളുകളോട് നിർദ്ദേശിച്ചു. അവൻ്റെ ലക്ഷണം കണ്ടിട്ട് പുള്ളി നമിയെ ചതിക്കാനുള്ള പരിപാടിയിലാണെന്ന് തോന്നുന്നു. എന്തായാലും കാത്തിരുന്ന് കാണാം. ഇവിടെ മറുവശത്ത് നമ്മുടെ അഡ്മിറലും കൂട്ടരും ഷെഫിൻ്റെ ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖോബിയും മോർഗൻ്റെ മകനും മാറിയിരുന്നിട്ടാണ് കമ്പനി. അവർ ലുഫിയെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ട ബാറിലെ പുള്ളി അവനെ കണ്ട കാര്യം അവരോട് പറഞ്ഞു. ഈ സമയത്ത് ഷെഫും അഡ്മിറലും കള്ളും ഫുഡും അടിച്ച് ഷെഫിൻ്റെ പഴയ കഥകളൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ലുഫിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവനെ കാണുമ്പോൾ തനിക്ക് കടൽ കൊള്ളക്കാരെ രാജാവായിരുന്ന ഗോൾഡ് റോജേഴ്സിനെയാണ് ഓർമ്മ വരുന്നതെന്ന് ഷെഫ് പറയുന്നുണ്ട്. അവനാണ് തങ്ങളുടെ റെസ്റ്റോറൻറ്റ് അറ്റാക്ക് ചെയ്തപ്പോൾ അവരെ സഹായിച്ചതെന്നും അയാൾ കൂട്ടിച്ചേർത്തു. എന്നാൽ അപ്പോഴേക്കും ഖോബി ഓടി വന്ന് അഡ്മിറലിൻ്റെ ചെവിയിൽ എന്തോ പറയുന്നുണ്ട്. അടുത്ത നിമിഷം ഷിപ്പ് കനോമ ഐലൻഡിലേക്ക് പോകാൻ റെഡിയാക്കാൻ അയാൾ ഓർഡർ ഇട്ടു. ഇത് കണ്ടതും ഷെഫ് ചാടി എഴുന്നേറ്റ് ഇത് ആ പയ്യന്മാരുടെ സമയമാണെന്നും അവരെ എപ്പോഴാണ് വിടേണ്ടതെന്ന് നീ അറിയണമെന്നും അഡ്മിറലിനോട് പറഞ്ഞു. നമുക്ക് കാണാമെന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോയി. ഇതേ സമയത്ത് നമ്മുടെ നമി അവളുടെ അമ്മയുടെ കുഴിമാടത്തിനരികെ എന്തോ കുഴിക്കുകയാണ്. കുഴിച്ച് അവളൊരു പെട്ടി പുറത്തെടുത്തു. അപ്പോഴേക്കും ശബ്ദം കേട്ട് നൊജിക്കോ അവിടെ എത്തി. പക്ഷേ ഇത് കണ്ടതും അവൾക്ക് ദേഷ്യം വന്നു. എൻ്റെ അമ്മയുടെ കുഴി മാന്തുന്നോടി എന്നും ചോദിച്ച് അവിടെ ഉണ്ടായിരുന്ന ഷവലെടുത്ത് അവൾ നമിയെ അടിക്കാനായി വീശി. അടി മാറിപ്പോയി കൊണ്ടത് പെട്ടിയിലായിരുന്നു. അവൾ നോക്കിയപ്പോൾ അതിൽ നിറയെ പണം. അവരുടെ അമ്മയുടെ കുഴിമാടത്തിനരികെ എന്തിനീ പണം കൊണ്ടുവന്ന് കുഴിച്ചിട്ടു എന്ന് മനസ്സിലാവാൻ നിൽക്കുന്ന നൊജിക്കോയ്ക്ക് നമി കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ഒരു ഫ്ലാഷ് ബാക്കിലൂടെ. നമി അവളുടെ അമ്മ മരിച്ചതിന് ശേഷം ഒറ്റയ്ക്ക് ആർലോങ്ങിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവൾക്ക് അവൻ്റെ ടീമിൽ ജോയിൻ ചെയ്യണം. അതിനാണ് അവൾ പോകുന്നത്. പക്ഷേ കൊച്ചുകുട്ടിയെ കണ്ട ആർലോങ് ചിരിച്ചു തള്ളി. അപ്പോൾ അവൾ വരച്ച ഒരു മാപ്പ് എടുത്ത് അവൾ ആർലോങ്ങിനെ കാണിച്ചു. മാപ്പ് കണ്ട ആർലോങ് വളരെ ഇംപ്രസ്ഡായി. പക്ഷേ അവളുടെ അമ്മയെ കൊന്ന തൻ്റെ കൂടെ അവൾ എന്തിനു ചേരണമെന്ന് അയാൾ അവളോട് ചോദിച്ചു. ഇതിന് മറുപടിയായി തനിക്ക് കോക്കോ വില്ലേജിൻ്റെ ഫ്രീഡം വേണമെന്ന് അവൾ പറഞ്ഞു.
അങ്ങനെ അവർ 100 മില്യൺ ബെറിക്ക് ഒരു ഡീലിലെത്തി. നമി ഇതൊക്കെ ചെയ്തത് ആ വില്ലേജിൻ്റെ ഫ്രീഡം കിട്ടാനാണെന്ന് മനസ്സിലാക്കിയ നൊജിക്കോയ്ക്ക് അത് സഹിക്കാനായില്ല. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നസൂമിയും കുറേ മറീനുകളും അവിടേക്ക് വന്നു. അത്രയും പൈസ ഒരുമിച്ച് കണ്ട അയാൾ അത് മോഷ്ടിച്ചതാണെന്ന് ആരോപിച്ച് പിടിച്ചെടുക്കാൻ ഒരുങ്ങി. എന്നാൽ അത് തൻ്റെയാണെന്ന് നമി പറഞ്ഞപ്പോൾ 100 മില്യൺ ബെറിയോ എന്ന് അയാൾ കൃത്യമായി തിരിച്ചു ചോദിച്ചു. എന്നാൽ അത് 100 മില്യൺ ബെറിയാണെന്ന് കൃത്യമായി അവൻ എങ്ങനെ മനസ്സിലായി? ആർലോങ് ആണ് അവന് ഇതിനെ കച്ചകെട്ടി പറഞ്ഞു വിട്ടിരിക്കുന്നതെന്ന് നമി തിരിച്ചറിഞ്ഞു. അവർ ആ പൈസ മുഴുവൻ എടുക്കുമ്പോൾ അവൾ സഹിക്കാനാകാതെ അലറി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ അവരുടെ പുറകെ ഓടി, പക്ഷെ യാതൊരു ഫലവുമില്ല. നിസ്സഹായതയോടെ അവൾ മുട്ടുകുത്തി കരഞ്ഞുപോയി. ആർലോങ് എന്ന് ഉറക്കെ കരഞ്ഞുകൊണ്ട് അവൾ ഒരു കത്തിയെടുത്ത് തൻ്റെ കയ്യിലുള്ള ടാറ്റു കുത്തിക്കീറി. പെട്ടെന്ന് ലുഫി പുറകിലോട് വന്ന് അവളെ തടഞ്ഞു. ലുഫിയെ കണ്ട അവൾ ദേഷ്യത്തിൽ ആദ്യം അവനോട് പോകാൻ പറഞ്ഞെങ്കിലും പിന്നീട് കരഞ്ഞുകൊണ്ട് അവളെ സഹായിക്കണമെന്ന് പറഞ്ഞു. ലുഫി തീർച്ചയായും അവളെ സഹായിക്കും. സത്യത്തിൽ ഇവിടെ നമിയുടെ അവസ്ഥ കണ്ടാൽ ആരുടെ കണ്ണും ഒന്ന് നിറഞ്ഞു പോകും. എന്നാൽ ഇവിടെ ആർലോങ്ങും ടീമും എല്ലാ മനുഷ്യന്മാരെയും കൊന്ന് അവരുടെ സാമ്രാജ്യം കെട്ടിയുറപ്പിക്കാൻ കോപ്പ് കൂട്ടുകയാണ്. ദൂരെ ഒരു വില്ലേജ് കത്തിയിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ലുഫി ആർലോങ്ങിനെ പരാജയപ്പെടുത്തി അവിടുത്തെ ആളുകളെ രക്ഷിക്കുമോ? അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ. എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.